ബ്രഹ്മപുരം മാലിന്യ കേന്ദ്രത്തിൽ മന്ത്രി എം പി രാജേഷ് ഇന്ന് സന്ദർശനം നടത്തി. ബ്രഹ്മപുരത്ത് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് അടുത്ത മാസം അവസാനത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിദിനം 150 ടൺ മാലിന്യം സംസ്കരിച്ച് 15 ടൺ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. മാലിന്യ പ്രശ്നത്തെ സമഗ്രമായി അഭിസംബോധന ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കിവിടെ ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ നമ്മൾ കണക്കിലെടുക്കാതിരുന്ന കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ്, കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ, അതുൾപ്പെടെ പ്രോസസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ബ്രഹ്മപുരത്ത് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മപുരത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ പൂങ്കാവനമാക്കി മാറ്റും. 110 ഏക്കറയിൽ ഒരു ഭാഗം പൂർണ്ണമായും വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതികൾക്കാണ്. ആധുനികമായ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റുകൾ, വിൻഡ്രോ കമ്പോസ്റ്റ് ഉണ്ട്, RDF ഉണ്ട്, CND വേസ്റ്റ് ഉണ്ട്, ഇതിനെല്ലാമുള്ള പ്ലാന്റുകൾ ഒരു ഭാഗം. മറ്റൊരു ഭാഗം ഒരു ഗാർഡൻ ആയിരിക്കും. ആളുകൾക്ക് വ്യായാമം ചെയ്യാനും പ്രഭാത സവാരിക്കും എല്ലാമുള്ള സൗകര്യമുള്ള ഒന്നാക്കി, എന്ന് പറഞ്ഞാൽ ഈ പഴയ ഡം സൈറ്റിന്റെ മുഖച്ഛായ മുഴുവൻ മാറുന്ന തരത്തിൽ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരാനും അവർക്ക് സമയം ചെലവഴിക്കാനും ഒക്കെ പറ്റുന്ന ഒന്നാണ് എന്ന സന്ദേശം കൊടുക്കാൻ ഉതകുന്ന തരത്തിലായിരിക്കും.